ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ എണീക്കുമ്പോൾ ഇവ നല്ല ഉറക്കമാണ്. എണീറ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മിക്കി ആൻഡ് മൗസ്, നമ്മുടെ ലവേഴ്സിൻ്റെ പേരാട്ടോ മിക്കി ആൻഡ് മൗസ് എന്ന്. അവർ രണ്ടുപേരും നല്ല ചിരിയിലാട്ടോ. അപ്പോൾ മഴ കാരണം നമ്മൾ അകത്തേക്ക് ഇടും കേട്ടോ. രാത്രിയാകുമ്പോൾ മഴ മാറുന്നതിനനുസരിച്ച് നമ്മൾ പുറത്ത് കൊണ്ടുപോയി ബാൽക്കണി തന്നെ തൂക്കും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരെ കാണാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ ഓഗി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഗീനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഓഗി എന്നെ എടുക്കണേന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും മഴ ഇത്തിരി മാറി നിൽക്കുന്ന ടൈം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഫുഡ് ഇട്ട് കൊടുക്കാം. ഫുഡിന് വേണ്ടിയിട്ടോ ആളിങ്ങനെ പരുത്തിക്കൊണ്ടിരിക്കണേ. പിന്നെ നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം ക്ലീൻ ചെയ്തിട്ട് 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങണം. നമ്മളൊന്ന് ദേവികുളം പോകാം കേട്ടോ. എല്ലാവരും കിടക്കയുടെ ചൂടും പിടിച്ചിങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാൽക്കണിയിൽ ചെടികളൊക്കെ മുകളിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ, കുറച്ച് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. രാത്രി നമ്മൾ താഴത്തേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് എല്ലാം അലക്കാൻ വേണ്ടിയിട്ട് താഴെ കൊണ്ടുപോകണം. അപ്പോൾ ഇവ നല്ല ഉറക്കമാണ്. എണീക്കിലേക്ക് മുമ്പ് എനിക്ക് എല്ലാ പരിപാടിയും തീർക്കണം, എന്നിട്ട് വേണം 9 മണിയാകുമ്പോഴേക്കും പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പത്രമൊക്കെ രാവിലെ എണീറ്റ് വഴി പത്രമൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ ഇത് വാഷിംഗ് മെഷീനിലേക്ക് തുണി എടുത്തിട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ അടിച്ചു വാരി തുടക്കലൊക്കെയാണ്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താൽക്കാലിക പണികളാട്ടോ എല്ലാം. എന്ന് വെച്ചാൽ നമുക്കൊന്ന് പോകാനുള്ളതുകൊണ്ടേ നമ്മൾ വേഗം പണിയൊക്കെ തീർക്കണം. അത് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ ഇതാണ് മുകളിലത്തെ അവസ്ഥ. എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വരി കിടക്കുക. ഞാൻ വേഗം റെഡിയായി. എണീക്കണേക്ക് മുമ്പ് തന്നെ ഞാൻ റെഡി ചെയ്ത് എണീറ്റു കേട്ടോ. എണീറ്റു. അപ്പോൾ ഇവാടെ ഞാൻ പയ്യെ നൈസായിട്ട് അപ്പുറ സൈഡിലേക്ക് കൊണ്ടിരുത്തിയിട്ട് ഞാൻ കിടക്കൊക്കെ ഒന്ന് വിരിച്ചിടും കേട്ടോ. കാരണം എല്ലാം ഒതുക്കി പെറുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് രാത്രിയാകുമ്പോൾ വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ദൈവം കുളിച്ച് റെഡി ആയിട്ടോ. ഇവാടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കി പിന്നെ കൊണ്ടുപോകാനുള്ള ഫയലും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് ഇവാടെ ബാഗും എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് പോകാട്ടോ. അങ്ങനെ നമ്മളിത് വണ്ടി കയറി. രാവിലെ ആയതുകൊണ്ട് വലിയ ഒരു എനർജിയൊന്നുമില്ല. ഇവാടെ മുഖത്തും കാണില്ല അല്ലേ. അപ്പോൾ ഞാനും അതും ആട്ടോ പോകണേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ 2 കൂട്ടുകാരും കൂടി പകുതി എത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർ രണ്ടും നമ്മൾ പോകുന്ന കാര്യത്തിൻ്റെ മെയിൻ ആൾക്കാരാട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവർ കുറച്ച് പോസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന സൈഡിലൊക്കെ നിർത്തിയിട്ടോ. അന്നേരം ഞാൻ ഈ വായ്ക്ക് പുറത്ത് കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്മാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി പിക്ക് ചെയ്തു. ഇത് നമ്മുടെ ഹേമന്ത്, അടുത്തത് നമ്മുടെ വിഘ്നേഷ്. ഇവർ രണ്ടുപേരും കേട്ടോ നമ്മുടെ കൂടെ ഇന്ന് യാത്രയ്ക്കുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ദേവികുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ചെറിയ കുറേ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പോയപ്പോൾ മഴയില്ലായിരുന്നു, പക്ഷേ പയ്യെ മഴ ചാറി തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, ഈ മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം. പക്ഷെ നമുക്ക് പോകാനുള്ള ഡേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് പോകേണ്ടി വന്നത്. ഇപ്പം തന്നെ വളരെ വൈകി, 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും അറിയില്ല. ഇത് സബ് രജിസ്ട്രാർ കാര്യാലയാട്ടോ. അതായത് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ഓൺലൈനിലൊക്കെ ചെയ്തു, പക്ഷേ അത് നമ്മൾ ഓഫ്ലൈനായിട്ട് ഒന്നും അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണേ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നിയമപരമായി നമ്മൾ വിവാഹം കഴിക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ പേപ്പറും ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഓടി. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടേണ്ട വന്നു. എന്തായാലും ഈവ ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ട് നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട. നല്ല കരച്ചിലായിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല. നിയമപരമായി ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഈവാക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ പൊന്നെ, ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈവ ഇങ്ങനെ കരയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കാത്തു ഏത് സമയം കാത്തുമാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ രജിസ്ട്രാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുന്ന ആ ഒരു സമയമാട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഇവാനെ കാത്തു കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഇവാനെ ഞങ്ങൾ മൊബൈൽ ഒരുപാട് കാണിക്കാറില്ല, പക്ഷേ ഈ അവസരത്തിൽ മൊബൈൽ കാണിക്കാണ്ട് വേറെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടുപേരൊക്കെ പറഞ്ഞ് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള ഒരു സത്യവാങ്മൂലം പോലത്തെ ഒരു സംഭവമാട്ടത്. അതുപോലെ തന്നെ ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു രീതിയിൽ അവർ പറയും. അപ്പോൾ നമ്മൾ രജിസ്ട്രാർ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുക. ഇന്ന പേരുള്ള ഇന്ന വീട്ടുപേരുള്ള ആളെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഞാൻ തയ്യാറാണെന്നുള്ള
സംഭവം പറയുന്ന സംഭവം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതെന്ത് ഈവൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇതാക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് മൊമെൻ്റ് നടന്നു കേട്ടോ. അതും ഒപ്പിട്ടു, അതുപോലെ ഞാനും പേരെഴുതി സൈൻ ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുന്നത്, ഈ വാക്ക് അതിനൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. ഇതാട്ടെ നമ്മുടെ ഒന്നാമത്തെ സാക്ഷി, രണ്ടാമത്തെ സാക്ഷി വിഘ്നേഷ്. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് നേരം നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നടക്കുക ചെയ്ത് നമുക്ക് ഗസറ്റഡ് ഓഫീസറിൻ്റെ ഒപ്പൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മളെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. ജോൺ ചാർലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. അദ്ദേഹമാണ് നമ്മളെ സഹായിച്ചത്. നമ്മുടെ ഇപ്പോൾ വന്ന 2 ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാട്ടോ അത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ സഹായിച്ച എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ ഭംഗിയായിട്ട് ഈ ചടങ്ങ് കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന ആൾ എന്നോട് വേഗം ഇറങ്ങിപ്പോക്കണം പറഞ്ഞു. കൊച്ചിൻ്റെ കരച്ചിൽ അവർ കേൾക്കാൻ പാടില്ല. അങ്ങനെ മംഗളകരമായ ഒരു കർമ്മം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും ഇറങ്ങി വരുന്ന കേട്ടോ. എൻ്റെ മത അത്ര തെളിഞ്ഞൊന്നുമില്ല, കാരണം ഈ വാട കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ വിശന്നിട്ട് വയ്യ, 4 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ആലിബാബയിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറി എന്നല്ലാണ്ട് ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ വന്നുകൊണ്ട് കുറച്ച് അവിടെ ഇരുന്ന മരത്തിൻ്റെയും അക്വറിയത്തിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് എടുത്തുന്നുള്ളൂ. ഈ ഭാഗമൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. പക്ഷെ നമുക്ക് വേറെ ഒന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വിശന്നിട്ട് വയ്യായിരുന്നു. രണ്ടാമത്തെ കാര്യം ഈവാനെ ഒന്ന് സെറ്റിലാക്കാനുള്ള ടൈം എടുത്തു. എന്താണെന്നറിയില്ല, എന്ന് ഭയങ്കര ഒരു വാശിയായിരുന്നു ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നല്ലൊരു അടിപൊളി ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു ടീ ഷോപ്പിൽ കയറി. അങ്ങനെ അവിടെ വെച്ച് ഒരു നല്ല സൂപ്പർ ടേസ്റ്റി മിൽക്ക് ടീ റിപ്പിളിൻ്റെ ഞാൻ ആ ചായയായിട്ട് കുടിച്ചു. അവർ ഓരോരുത്തരും ഓരോ ഫ്ലേവർ മസാല ടീ അങ്ങനെ ഓരോ ഇതൊക്കെ കുടിച്ചു. അങ്ങനെ ഒരു ചെറിയ കേക്കൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഈവോ ഓക്കെ കേട്ടോ. ഈവോ ഒന്ന് ഉറങ്ങുകയും ചെയ്ത് എണീറ്റപ്പോൾ ഓക്കെ ആയി. ചിലപ്പോൾ അത് ഉറങ്ങാനായിരുന്നേക്കാം അന്നേരം ഒരു വാശി കാണിച്ചത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ടീ കുടിക്കാൻ വേണ്ടി പോവാട്ടോ. ടീ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ടീ ആട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഏകദേശം ഒരു 8 മണി 9 മണിയായി. അപ്പോൾ അവർ 2 പേരും നമ്മൾ ഇറക്കി വിട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം 9 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി വഴി ഇവാനൊന്ന് കുളിപ്പിച്ച് ക്രീമൊക്കെ പറ്റി ഡ്രസ്സൊക്കെ ഇട്ട് ഇവാനെ ഉറക്കി. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ പ്രധാനപ്പെട്ടൊരു സ്പെഷ്യൽ ഡേ കാണിക്കണം തോന്നി, അതുകൊണ്ട് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിയമപരമായിട്ടുള്ള വിവാഹം നടന്ന ദിവസമാണ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം. നമ്മളല്ലാണ്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഓരോ കാരണങ്ങളാൽ നമുക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ട വന്നതുകൊണ്ടാട്ടോ ഇത്ര താമസമായത്. അതുകൊണ്ട് ഈ വാക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങളുടെ കല്യാണം നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.